ആ ഇപ്പോഴത്തെ മോഡലാണിത്. ഈ കളറിൽ ഈ കളറൊക്കെ നമുക്ക് ഇഷ്ടമാണോ? ഈ ബോർഡർ എനിക്ക് ഇഷ്ടമായി. ഇതുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നല്ല സന്തോഷമായിട്ട്. എന്തുപോലെ വരുമെന്ന് അറിയാമോ ഇതിന്? ഇതിന് എന്തുപോലെ 1500 ഇത് വലിയ പഴംപൊരി അല്ല. നല്ല ചോറുണ്ട് കേട്ടാ. ഇതിൽ ചോറെടുക്കാൻ പറ്റി അവിടെ പോയിട്ട് ചോറ് എന്നിട്ടില്ല. ബിരിയാണിയൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കഴിക്കണം. ഇവിടെ പോകുമ്പോഴേ ഇത്ര ചോറ് കൊണ്ടുപോകണം. ഇത് നല്ല അടിപൊളി കരിമീൻ. ഒരു വറുത്ത മീൻ എടുക്കാമല്ല. എന്നാ വെച്ചേട്ടാ എന്നാ നീ അടിപൊളി വറുത്ത മീനും ചോറും. അവിടെ ഇരുന്നോ? ടീമേ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും അറിഞ്ഞല്ല, ഞാൻ കണ്ണൂർ പോയിട്ടാണ്. 5 ദിവസമായിട്ട് കണ്ണൂരായിരുന്നു. പുതിയ പെട്ടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ചെറിയ പരിപാടിക്ക് ഈ പെട്ടിയായിട്ട് പോണത്. ഈ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഡ്രസ്സ് ദുബായിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 5 ദിവസമായിട്ട് അമ്മച്ചിനെ കണ്ടിട്ടില്ല. അമ്മച്ചിക്ക് ഇഷ്ടമുള്ള 2 സാധനം മേടിച്ചിട്ടുണ്ട്. എവിടെ നോക്കാം, എവിടെ പോണ്? എത്ര ദിവസമായിട്ട് പോയിട്ട്? എത്ര ദിവസം? 5 ദിവസമല്ലേ ആയിട്ടുള്ളു. 5 ദിവസം 2 ആഴ്ച. അവിടേക്ക് 3 ആഴ്ച. ഇത് പിടിച്ചേ, ഇതും പിടിച്ചോ. ഇതും വായിച്ചേക്കണം. എന്താ നമുക്ക് അകത്തോയി തുറന്ന് നോക്കാം. വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം എനിക്ക്. അത് ശരി. എന്തായിരുന്നു ഇവിടെ പരിപാടി? ഇവിടെ പരിപാടി എന്തുണ്ടായില്ലേ? 2 പരിപാടി ഉണ്ടായിരുന്നല്ല. എന്ത് പരിപാടിയായിരുന്നു? കല്യാണം, ജ്ഞാനസ്നാനം. എലിസമ്മയുടെ വീട്ടിലാ. ഞാൻ പൈസ അയച്ചു തന്നിട്ടുണ്ടായല്ല. പൈസ അയച്ചു തന്ന് കൊടുത്താണ്ടോ അവർക്ക്? അവർക്ക് കൊടുത്തല്ല, പിന്നെ കൊടുക്കണ്ടേ? കയ്യിരിക്കണം എന്താന്ന് നോക്കിയേ. ഇതെന്ത് സാധനം കയ്യിൽ തന്നേക്കണാനിരുന്നു. അമ്മച്ചീനോട് കാര്യം പറഞ്ഞില്ലേ? സാരി കളർഫുൾ സാരിയാണ്. വെള്ളാളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ബോർഡറാ. ഇങ്ങനത്തെ ബോർഡറൊക്കെ ഇഷ്ടമാണ്. ഇവിടെ നോക്കട്ടെ, നോക്കട്ടെ. നേരത്തെയൊക്കെ സാരി അടിച്ച് കിട്ടിപ്പില്ല. വെള്ളാള് എണീറ്റ് അമ്മച്ചൊന്ന്. ഇപ്പോഴത്തെ മോഡലാണിത്. ഈ കളറിൽ ഈ കളറൊക്കെ അമ്മച്ചിക്ക് ഇഷ്ടമാണോ? ഈ ബോർഡർ എനിക്ക് ഇഷ്ടമായി. ഇതുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നല്ല സന്തോഷമായിട്ട്. എന്തുപോലെ വരുമെന്ന് അറിയാമോ ഇതിന്? ഇതിന് എന്തുപോലെ 1500. അത്രയൊന്നും വന്നിട്ടില്ല, വില പറയുന്നില്ല. അല്ലെങ്കിൽ നീ വില പറയണ്ട. വില മതിക്കാനാവാത്ത സാധനമാണ്. പിന്നെ അമ്മച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് എന്താ? പഴംപൊരി. പഴംപൊരി തുറന്നേ. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കും. കഴിച്ചിട്ട് പോയാൽ ചേട്ടാ. ജിബിൻ ക്യാമറ എടുക്കണതാ. ചായട്ടെടുക്കാട്ടോ അവനെ. വലിയ പഴംപൊരി അല്ല. അയ്യോ, വീണു പോയല്ലേ? വീണു പോയെന്നില്ല. കഴിച്ചേ? എനിക്ക് ഇപ്പം വേണ്ട. കഴിക്കും, വെറുതെ കുറച്ച് കഴിക്കുന്ന. നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് നീ കഴിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ് കേട്ടോ. എന്താ ഇവിടുത്തെ വിശേഷം? 5 ദിവസമായിട്ട് 5 ദിവസമായിട്ട് പെരുമാസത്തിലേക്ക് പോയി. പിന്നെ ജ്ഞാനസ്നാനത്തിന് പോയി. അവിടെ ഇവിടെ ആൾക്കാരെല്ലാവരും കണ്ടു. വല്യമ്മച്ചിക്ക് വരാൻ പറ്റൂല. വല്യമ്മച്ചിക്ക് എന്താ? വല്യമ്മച്ചിക്ക് പ്രായമല്ല. വല്യപ്പച്ചനും വന്നില്ല. എവിടെ ആരായിരുന്നു? വല്യപ്പച്ചും വന്നില്ല. പിന്നെ എൻ്റെ അങ്ങയുടെ പേരക്കിടാവിൻ്റെ എന്ത് ജ്ഞാനസ്ഥാനം വിനിലിൻ്റെ കൊച്ചിൻ്റെ അവർക്ക് ചാടില്ല. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിട്ട് ചിക്കൻ മേടിച്ചാ? ചിക്കൻ മേടിച്ച്. ചിക്കൻ മേടിച്ച് എന്തോ കറി വെച്ചാ? പൊരിച്ചിട്ടും കറി വെച്ച്. പൊരിച്ച് നിനക്ക് പൊരിക്കുന്നതല്ല ഇഷ്ടമാണ്. കാരണം അങ്ങനെ നീ ഇല്ലാഞ്ഞല്ല. നീ എന്താ ഇങ്ങോട്ട് വരാൻ മറന്നു പോയാ? അവിടെ 3 പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചുമയായിരുന്നു. 8 ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല ചുമ. മരുന്നെടുക്കാൻ മറന്നു ഇവിടുന്ന്. എൻ്റെ അടുത്തുണ്ടാക്കും ഓർക്കണ്ടേ? അത് ആദ്യമേ എടുത്ത് വെക്കണം. ജിബിയോട് പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ നിൽക്കാൻ പറ്റില്ല. ഡ്രസ്സ് എങ്ങനെയുണ്ട്? എനിക്ക് ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ പോയിട്ടുണ്ടായില്ല കണ്ണവാലി വീട്ടിൽ.
അവിടെ എല്ലാവരും കൂടി വളരെ സന്തോഷമായിരുന്നു. കണ്ണാലിപ്പള്ളി കണ്ണവാടി ഞങ്ങളുടെ തറവാടാണ് കേട്ടോ. തറവാട്ടിൽ അപ്പച്ചൻ്റെ പോയിട്ടുണ്ടായിരുന്നു. വീട്. എല്ലാവരും കൂടുകയും ചെയ്ത് വളരെ സന്തോഷമായിട്ട് വരികയും ചെയ്ത് കണ്ണാലിപ്പള്ളി പോയി. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് നമുക്ക് കാറിന് കടപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞു. കടപ്പുറത്ത് പോകാമെന്ന് വെച്ചപ്പോൾ എന്തോ ഒരു കാര്യങ്ങളുണ്ടായി. അങ്ങനെ തിരിച്ചിങ്ങോട്ട് പോന്നു. ചിന്നമ്മയും മറ്റുള്ള ആൾക്കാരെ കടപ്പുറത്ത് പോയി. ചിന്നമ്മ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ പെങ്ങള് ഇളയ പെങ്ങൾ. നല്ല മണം പഞ്ഞിട്ടല്ല മീൻ വറുത്തതിൻ്റെ എന്താ അടുക്കളയിൽ കരിമീനാണ് വറുത്തത്. കരിമീൻ മേടിച്ചാ? ആ കരിമീൻ മേടിച്ച്. ആഹാ, ഇത് നല്ല അടിപൊളി കരിമീൻ. പിന്നെ എന്താ ഉണ്ടാക്കിയേക്കണം? അതെ, ചാറുവൊക്കെ മാങ്ങായി മുരിങ്ങാക്കോലി. ചോറ ചോറ് എന്തിരിപ്പുണ്ട്. നല്ല ചോറുണ്ട് കേട്ടാ. ഇതിൽ ചോറെടുക്കാൻ പറ്റി അവിടെ പോയിട്ട് ചോറ് എന്നിട്ടില്ല. ബിരിയാണിയൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കഴിക്കണം. ഇവിടെ പോകുമ്പോഴേ ഇത്തിരി ചോറിന് കൊണ്ടുപോകണം. ഇല്ല ചാറ് വെച്ചിട്ട് വരാണ്. ചാറ് പിന്നെ വെച്ചിട്ട് പിന്നെ കഴിക്കാം. ഇത്തിരി ചോറിപ്പം എടുക്ക്. കേട്ടാ അമ്മച്ചി കയ്യിൽ നിന്ന് ചോറ് കഴിച്ചിരിക്കാൻ പിന്നെ ഒരു ഇതുണ്ടാവില്ല. അല്ല, നീ പോയിട്ട് 2 ആഴ്ചയായി. എന്നിട്ട് 2 ആഴ്ചയായിട്ടില്ല, 5 ദിവസമായിട്ടുള്ളൂ. 5 ദിവസമായിട്ടല്ലേ? കുറച്ചെടുത്താ മതി കേട്ടാ. അതാണ് വേണ്ടാത്തത്. ചൂട് കയറാനോട്ടാ. മതി 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 അതേ മതി. ഇട്ടില്ല, ഇപ്പം വിളിച്ചല്ലേ കേട്ടെ. ഇപ്പം വിളിച്ചെന്നെ വേണ്ട. ഒരു വറുത്ത മീൻ എടുക്കാമല്ല. ആ എന്നാ വെച്ചേട്ടാ. എന്നാ നീ അടിപൊളി വറുത്ത മീനും ചോറും. പുറത്ത് വരികട. അവിടെ ഇരുന്നോ? ഇവിടെ നിന്നോ? എനിക്ക് തരണ്ട കേട്ടോ. ഇപ്പം എൻ്റെ പണിയൊന്നും നീങ്ങുന്നോ? അപ്പൊ ഇതൊക്കെ ഏത് നാട്ടിൽ പോയാലും കിട്ടൂല കേട്ടാ. ഇതുണ്ടോ നല്ല അടിപൊളി. ഇത് ആരും പിടിച്ചോണ്ടോന്ന മീനാണ് അമ്മച്ചി? ഇല്ല, വാങ്ങിച്ചാ ഇന്നലെ വെച്ചേട്ട് മേടിച്ചോണ്ട് തന്നെ. വാങ്ങിച്ച മീനാണ്ടാ. വേണ്ട കഴിച്ചോട്ടാ. വെച്ചേട്ടൻ വന്നിട്ടുണ്ടാകും. ആശ്രമത്തിന് പോകാനുണ്ട്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇരിക്കും. ഉപ്പത്തിന് കുറവുണ്ട്. ഞാൻ ഇപ്പം നിൽക്കുന്ന നിനക്കൊക്കെ കുറച്ചേ കൂട്ടാൻ പാടില്ല. നമ്മുടെ നോമ്പ് കൊടുക്കണം എപ്പോഴാ? ബുധനാഴ്ച. നോമ്പ് പിടിക്കല്ലേ അമ്മച്ചി ഇപ്രാവശ്യം? എനിക്ക് പിടിക്കണ്ട. 60 വയസ്സ് കഴിഞ്ഞാൽ ഇല്ല. 60 വയസ്സ് തന്നെ ഇല്ല. അത് കുമ്പസാരിക്കാൻ വേണ്ട. കുമ്പസാരം എന്നാണ് പ്രധാനം. അപ്പൊ വീഡിയോ നമുക്ക് അധികം ലെങ്താക്കണ്ട. ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ആൾക്കാരോട് പറയാനുള്ളത് വീഡിയോ ഇടുന്നില്ല എന്നുള്ളതാ. ഇന്നലെ പള്ളിയിലേക്ക് പോയിരുന്നപ്പോൾ ബൈക്കർക്കാർ ഇപ്പോൾ 2 കുട്ടികൾ വന്ന് പരിചയപ്പെട്ട് എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു. അന്വേഷിച്ചപ്പോഴും ഉണ്ടാകില്ല. പിന്നെ അവർക്കും മകളെയും പരിചയപ്പെട്ട് അവരും പരിചയപ്പെട്ടു. കണ്ണൂർ പോയിട്ടാണെങ്കിൽ അമ്മച്ചിനെ അന്വേഷിക്കാൻ മാത്രമേ ആൾക്കാരുള്ളൂ. അത് ശരി. ഞാൻ കണ്ണൂർ പോയിട്ട് എല്ലാവരും അമ്മച്ചിനെ അന്വേഷിച്ച് എന്ന് പറയണത്. അപ്പം വീഡിയോയിൽ കണ്ടാൽ ആൾക്കാർ പരിചയം ഉണ്ടായിരുന്നു. സിനിമനെക്കാളും കൂടുതൽ ഫേമസ് ആയ അമ്മച്ചി സിനിമ നടിമാരെക്കാട്ടും ഫേമസ് ആണ് അമ്മച്ചി ഇപ്പം. അത് 2 വർഷം കൊണ്ട്. നിങ്ങളെല്ലാവരുടെ സ്നേഹം, നിങ്ങളെ മക്കളെ, നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നിറക്കട്ടെ. കൃപകളും ഉണ്ടാകട്ടെ. ഇനി പറയുമ്പോൾ ഇത്തിരി തെറ്റിപ്പോയി. എല്ലാം അമ്മച്ചി സ്റ്റാറായി. അപ്പൊ അടുത്തൊരു കാഴ്ച വീണ്ടും നമുക്ക് തമ്മിൽ കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ.